നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ? ചില കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാണില്ല എന്ന ചില വാദങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ 4 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇനി ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കാണില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത്. ഈ പറയുന്ന വാദങ്ങളെ സാധൂകരിക്കാൻ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ 2 മണ്ഡലങ്ങളെയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. MLA ആയിരുന്ന വിജയൻപിള്ള അന്തരിച്ചതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ ചവറ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. 2020 മാർച്ച് 8-നായിരുന്നു വിജയൻപിള്ള അന്തരിച്ചത്. ഒരു വർഷത്തിനു ശേഷം 2021 ഏപ്രിൽ 6-നായിരുന്നു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഏകദേശം ഒരു വർഷത്തോളം ചവറ മണ്ഡലത്തിൽ MLA ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിലും ഇതേ സാഹചര്യം തന്നെയായിരുന്നു. 2019 ഡിസംബർ 20-നായിരുന്നു കുട്ടനാട് MLA ആയിരുന്ന തോമസ് ചാണ്ടി അന്തരിച്ചത്. ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ കുട്ടനാട് നിയമസഭാ മണ്ഡലം MLA ഇല്ലാതെ മുന്നോട്ട് പോയി. ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചിലർ ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കില്ല എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇവിടെ ഓർക്കാനുള്ള ഒരു പ്രധാന സംഗതിയുണ്ട്. ഈ പറയുന്ന സാഹചര്യങ്ങൾ, അതായത് കുട്ടനാട് MLA ആയ തോമസ് ചാണ്ടി അന്തരിച്ചതും ചവറ MLA ആയ N വിജയൻപിള്ള അന്തരിച്ചതും പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ ലോകം തന്നെ പ്രതിസന്ധിയിൽ നിന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. കോവിഡ് മഹാമാരിയുടെ സമയം, രോഗികളുടെ വർധനവും ക്വാറന്റൈൻ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. പ്രഖ്യാപനം സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാറായിട്ടില്ല. ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടപ്രകാരം നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്ന് 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നുണ്ട്. ഇതനുസരിച്ച് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ജൂലൈ 12 വരെ സമയമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനവും ഇറക്കിയിരുന്നു. 8-ടത്തും അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞു. നിയമസഭയുടെ കാലാവധി പൂർത്തിയാകാൻ 4 വർഷം വരെ അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഈ മാസം അവസാനത്തോടെ 8-ടത്തും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും പുറത്തുവരുന്നത്. 8-ടത്തെയും അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. നിയമസഭയ്ക്ക് ഒരു വർഷത്തെ കാലാവധി ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷത്തിലേറെ ബാക്കിയുണ്ടായിരുന്ന ജനുവരി 13-നാണ് PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചത്. യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടക്കുന്നത് LDF-UDF പോരാട്ടം എന്നതിലുപരി LDF-ഉം PV അൻവറുമായുള്ള പോരാട്ടമാണ്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കേണ്ടത് UDF ആണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ടത് താനാണ് എന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അൻവറാണ്. അൻവറിനെയും UDF-നെയും സംബന്ധിച്ച് നിലമ്പൂർ ഇപ്പോൾ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം തന്നെയാണ്. LDF-നെ സംബന്ധിച്ച് തുടർ ഭരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പും. അതിനിടയിലാണ് ഒരു വലിയ വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായ അൻവറിന് പക്ഷേ നിലമ്പൂരിൽ UDF-ന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. PV അൻവറിൻ്റെ സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പായിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രാന്തം മൂത്ത് സ്റ്റീൽ കുടത്തിനുള്ളിൽ തലയിട്ട നായയുടെ അവസ്ഥയിലായി ഇപ്പോൾ അൻവറിൻ്റെ കാര്യങ്ങൾ. കുടത്തിൽ നിന്ന് തല ഊരാനും കഴിയുന്നില്ല, കുടം സ്റ്റീലായതുകൊണ്ട് പൊട്ടിക്കാനും പറ്റുന്നില്ല. PV അൻവറെ സഹകരിപ്പിക്കാൻ UDF-ൽ തത്വത്തിൽ ധാരണയായതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആദ്യ കടമ്പ കടന്ന ആശ്വാസത്തിലായിരുന്നു കോൺഗ്രസും പിന്നെ PV അൻവറും. ഘടകകക്ഷി നേതാക്കൾ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നിവരുമായി വിശദമായി ചർച്ച ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോഴിക്കോട് ചേർന്ന UDF യോഗം അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പുതിയ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. അല്ല, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തീർന്നിട്ട് വേണമല്ലോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാടും തുടർ നടപടികളും വ്യക്തമാക്കാൻ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി PV അൻവർ ചർച്ച നടത്തുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സത്യത്തിൽ ഒരു ചർച്ചയും നടന്നില്ല. PV അൻവർ കൊൽക്കത്തയിലേക്ക് പോയതുമില്ല. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി അൻവർ ചർച്ച നടത്തുമെന്നായിരുന്നു അന്ന് വിവരങ്ങൾ പുറത്തു വന്നത്. ഈ ചർച്ചയിൽ മമതാ ബാനർജി പങ്കെടുത്തേക്കുമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നടന്നതെന്താണെന്ന് വച്ചാൽ, താൻ ബംഗാളിൽ ഒരു യോഗത്തിന് പോവുകയാണെന്നും ആ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുക്കുമെന്നും
ആ യോഗത്തിന് മുൻപ് തന്റെ യു.ഡി.എഫ് പ്രവേശനത്തിൽ ഉറപ്പ് ലഭിക്കണമെന്നുമുള്ള ഉപാധി അൻവർ മുന്നോട്ട് വച്ചിരുന്നു. മറിച്ചെങ്കിൽ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി ചിലപ്പോൾ തന്നെ മത്സരിപ്പിക്കാൻ തൃണമൂൽ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നാണ് അൻവർ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ ഒരു ചെറിയ ഭീഷണിയായിരുന്നു അവിടെ ഉദ്ദേശിച്ചത്. എന്തായാലും ആവശ്യം, അതായത് നിലമ്പൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമായതിനാൽ യു.ഡി.എഫ് ഉടനെ യോഗം കൂടി അൻവറെ യു.ഡി.എഫിനൊപ്പം സഹകരിപ്പിക്കാമെന്ന തീരുമാനമെടുക്കുകയായിരുന്നു. ഇതോടുകൂടി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അസുഖം കാരണം പി.വി. അൻവറിൻ്റെ കൊൽക്കത്ത യാത്ര മുടങ്ങി. അത് പി.വി. അൻവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും യു.ഡി.എഫ് അൻവറിനെ അന്ന് സഹകരിപ്പിക്കാം എന്ന് തീരുമാനിച്ചതിന് പിന്നാലെ യു.ഡി.എഫ് യോഗ തീരുമാനം സന്തോഷകരമെന്ന് അൻവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിലമ്പൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുമെന്നും പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ അല്ല, ആരെ വേണമെങ്കിലും നിങ്ങൾ മത്സരിപ്പിച്ചോളാനും വിഷമത്തോടെയാണെങ്കിലും അൻവർ പറഞ്ഞിരുന്നു. പി.വി. അൻവറെ യു.ഡി.എഫിൽ സഹകരിപ്പിക്കാമെന്ന് മുന്നണി തീരുമാനിക്കുന്നത് മെയ് 2-നാണ്. അതിനു മുൻപ്, അതായത് യു.ഡി.എഫ് യോഗം നടക്കുന്നതിന് മുൻപ് പി.വി. അൻവർ പറഞ്ഞിരുന്നത് താൻ 3-ാം തീയതി രാവിലെ കൊൽക്കത്തയിലേക്ക് പോകുമെന്നാണ്. മമതാ ബാനർജി പി.വി. അൻവറെ കൊൽക്കത്തയിലേക്ക് വിളിച്ചിരിക്കുകയാണെന്നും അവിടെ അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച ഉണ്ടെന്നും മമത ചിലപ്പോൾ പങ്കെടുക്കുമെന്നും ആ യോഗത്തിൽ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇതുവരെയുള്ള കാര്യങ്ങൾ തനിക്ക് വിശദീകരിക്കേണ്ടി വരുമെന്നുമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ 3-ാം തീയതി രാവിലെ കേൾക്കുന്ന വാർത്ത പി.വി. അൻവറിൻ്റെ ബംഗാളിലേക്കുള്ള യാത്ര ക്യാൻസലായി എന്നാണ്. അൻവറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് ബംഗാളിലെത്തി മമതയെ കാണാൻ സാധിക്കില്ലെന്നുമാണ് പുറത്തു വന്ന വാർത്ത. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായോ? തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറെ മമത ബംഗാളിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നാണ്. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുമില്ല. യു.ഡി.എഫിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അൻവർ താൻ ബംഗാളിലേക്ക് പോകാൻ പോവുകയാണെന്നും അവിടെ ചെല്ലുമ്പോൾ മമതാ ബാനർജി തന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ തനിക്ക് ചിലപ്പോൾ മത്സരിക്കേണ്ടി വരുമെന്നും അങ്ങനെ മത്സരിച്ചാൽ ചിലപ്പോൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥി തോറ്റുപോകുമെന്നുമൊക്കെ അടിച്ചുവിട്ടത്. ഇത് കേട്ട് യു.ഡി.എഫ് പേടിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ച അതിൻ്റെ നഷ്ടം തങ്ങൾക്കാണെന്ന് കരുതിയ പാവം യു.ഡി.എഫ് പി.വി. അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പുറത്തു നിർത്തി സഹകരിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പി.വി. അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുമെന്നല്ല യു.ഡി.എഫ് പറഞ്ഞത്. പുറത്തു നിർത്തി സഹകരിപ്പിക്കാമെന്നാണ് യു.ഡി.എഫ് പറഞ്ഞത്. എന്തായാലും തൻ്റെ ആവശ്യം പകുതി നടന്നു കഴിഞ്ഞപ്പോൾ അൻവറിന് കൊൽക്കത്തയിലേക്കും പോണ്ട, കോലാലംപൂരിലേക്കും പോണ്ട. ഇതായിരുന്നു നടന്ന സംഭവം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യമുണ്ട്. പി.വി. അൻവറിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യം. കേരളത്തിലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരിയിൽ തൃണമൂൽ എം.എൽ.എ നസറുദ്ദീൻ അഹമ്മദ് അന്തരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഈ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ തിരക്കിലാണ്. കേരളത്തിലെ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും നിലമ്പൂർ നിയമസഭാ മണ്ഡലം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കാളിഗഞ്ചും. ഈ സാഹചര്യത്തിലാണ് കൊൽക്കത്തയിൽ നിന്നും ഒരു പ്രധാന നിർദ്ദേശം കേരളത്തിലെ തൃണമൂൽ സംസ്ഥാന നേതൃത്വത്തിന് എത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം. പശ്ചിമ ബംഗാളിന് പുറത്ത് സംസ്ഥാനതല മുന്നണി ബന്ധങ്ങൾ വരുമ്പോൾ ഒരു മുന്നണിയിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുക എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യാൻ തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ കേരളത്തിലെത്തിയപ്പോൾ മുന്നണിയിൽ ചേരുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ ചേരേണ്ട എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കർശന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നതും. നേരത്തെ പശ്ചിമ ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. മുൻപ് യു.ഡി.എഫിൽ ചേരുന്ന കാര്യം പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോട് സൂചിപ്പിച്ചിരുന്നു എങ്കിലും അത് നടക്കില്ല എന്ന ഉത്തരമാണ് അവിടെ നിന്നും കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തൃണമൂൽ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്ത മുന്നണികളിൽ ചേരാമെന്ന ചിന്തകൾ വേണ്ട എന്ന് മമതാ ബാനർജി മറ്റു നേതാക്കൾക്ക് മുൻപ് അൻവറിന് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന കർശന നിർദ്ദേശം കൊൽക്കത്തയിൽ നിന്നും എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരു പാർട്ടി മാറ്റം പി.വി. അൻവറിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യയ്ക്ക് തുല്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പി.വി. അൻവർ പാർട്ടി മാറി കോൺഗ്രസിലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ എത്തുകയാണെങ്കിൽ അത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ നിലമ്പൂരിലെ സാധ്യതയെ തന്നെ ബാധിച്ചേക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ തൃണമൂൽ കോൺഗ്രസിന് ഇങ്ങനെ നിന്ന ശേഷം ഫലം വന്നതിന് പിന്നാലെ പാർട്ടി മാറാനുള്ള നീക്കങ്ങളായിരിക്കും അൻവർ നടത്തുക. അങ്ങനെ വരുമ്പോൾ അൻവറിന് നിലമ്പൂരിൽ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയില്ല. പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ
കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച ശേഷം താനാണ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചത് എന്ന് അൻവറിന് പറയാനും കഴിയില്ല. ഇനി പ്രചരണത്തിന് ഇറങ്ങാതെ ഇരുന്നാൽ നിലവിലെ കേരളത്തിലെ മറ്റ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അൻവറിന്റെ നിലപാട് ഉയർത്തിക്കാട്ടിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നത്. ഇനി ഇറങ്ങിയാലോ? തൃണമൂൽ കോൺഗ്രസിന് ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ പുള്ളിക്കാരൻ ആർക്ക് വേണ്ടി പ്രചരണം നടത്തും എന്നുള്ളതും ചോദ്യം. എങ്ങനെയായാലും വെടിയുണ്ട ഏത് വഴി പോയാലും ശരീരത്ത് കൊള്ളുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അൻവർ. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി അൻവറിന് വലിയ റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൻവറിന് വലിയ പ്രതീക്ഷയുണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. എന്നാൽ മലയാളികളിൽ ഭൂരിപക്ഷവും അരി ആഹാരമാണ് കഴിക്കുന്നത് എന്നുള്ളതിനാൽ ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല.